എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നൽകുകയാണ്. സന്തോഷകരവും ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു വർഷമായി 2026 എന്ന പ്രാർത്ഥന. വളരെ വിശദമായിട്ട് തന്നെ ഈ പ്രോഗ്രാമിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി സംസാരിച്ചു കഴിഞ്ഞു. ഇതുകൂടാതെ ആരോഗ്യമന്ത്രിയും നമ്മുടെ സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയുടെ സവിശേഷതകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു. വിപുലമായിട്ടുള്ള ഒരു പ്രൊജക്ട് തയ്യാറാക്കി അതിന് തയ്യാറായിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനം മാത്രമായിരിക്കും. ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നത് സംശയമാണ്. നമ്മുടെ സംസ്ഥാനം ആരോഗ്യ മേഖലയിൽ കൈവരിച്ച മഹത്തായിട്ടുള്ള നേട്ടങ്ങളെ സംബന്ധിച്ച് നമ്മൾ അഭിമാനം കൊള്ളുന്നവരാണ്. ഞാനെൻ്റെ ചെറിയ പ്രായത്തിൽ ചെറിയ കുട്ടിയായിരിക്കും യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ ആശുപത്രിയായിരുന്നല്ലോ ആവേശായിരുന്നു. അന്ന് ഒരു വാർഡ്, ഒരു താഴെ നിലയിൽ ഒരു വാർഡ്, അതിന് രോഗികളൊന്നും കാര്യമായിട്ടുണ്ടാവില്ല. എല്ലാ വാർഡുകളിലും നിറഞ്ഞ രോഗികളും അവരുടെ കുട്ടികളുകാരും രോഗികളെ വായിച്ചവിടാതെ നടക്കാൻ പറ്റാത്തതായിട്ടുള്ള തിക്കും തിരക്കും കരുതപ്പെടുമ്പോൾ ഒരു വാർഡിൽ കാര്യമായിട്ട് അതിലുണ്ടാവില്ല. മിക്കവാറും 4-5 പേരിലാണ് ഉണ്ടാവും. ബാക്കി 10-20 പേര് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇത് ഇവിടെ മാത്രം ആളില്ലാത്തത്. അപ്പൊ പറഞ്ഞിട്ടുണ്ട്, ഇത് ക്യാൻസർ പേഷ്യൻസിനെ പ്രവേശിപ്പിച്ചിട്ടുള്ള വാർഡാണ്. എന്നുവെച്ചാൽ അത്ര ചെറിയ നമ്പറായിരുന്നു നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ക്യാൻസർ പേഷ്യൻസ് എന്ന് പറയുന്നത്. ഇന്നിപ്പോ ഇവിടെ RCCയുടെ ഡയറക്ടർ ഇരിക്കുന്നുണ്ട്. ഒരു വർഷം 15,000-ൽ പരം വരുന്ന പുതിയ കേസുകളാണ് തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്ററിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ഒരു മാസം ഏതാണ്ട് 1000-ൽ പരം വരുന്ന പുതിയ രോഗികൾ. ഇപ്പോൾ 325 കോടി രൂപയുടെ പുതിയ ബഹുനില മന്ദിരം അടുത്ത മാസം ഉദ്ഘാടനത്തിൽ വരികയാണ്.